ഹലോ സ്വന്തങ്ങളെ നമസ്തേ. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു? ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം. എനിക്ക് കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ ഇതുവരെ A4 ഷീറ്റൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏട്ടന് സുഖമില്ലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയൊക്കെ അല്ലായിരുന്നു. പിന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ പോകുമ്പോൾ മറന്നും പോകും. ഇത് വാങ്ങാനുള്ള തലയൊക്കെ എന്ന് കളിക്കുകയായിരുന്നു. അതുകൊണ്ട് അന്നിപ്പോൾ ഇന്നലെ പിന്നെ വാങ്ങിച്ചു. 2 റിപ്പോർട്ട് എഴുതാനുണ്ട്. ഒന്നിന് ഞാൻ പങ്കെടുത്തതാണ്, ഒന്നിന് ഞാൻ പങ്കെടുത്തിട്ടില്ല. ഒന്ന് പങ്കെടുത്തത് നമ്മളെ ടൂറ് പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ടൂറിൻ്റെ റിപ്പോർട്ടും പിന്നെ ഒന്ന് റിപ്പബ്ലിക് ഡേൻ്റെ റിപ്പോർട്ടും. ഇത് രണ്ടും കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെ ഇതൊന്നും ഇങ്ങനെ കട്ടൻ ചായ കുടിച്ച് ആലോചിക്കരുത്. ഇനിയിപ്പോൾ എന്താ, ഇന്നെന്താ പറയണ്ടേ? അവസരങ്ങളെ പറ്റി പറഞ്ഞാലോ? നിങ്ങൾ വിചാരിക്കും, ഈ പെണ്ണെന്താ, അല്ലെങ്കിൽ ഇവളെന്താ ഇങ്ങനെ. ചിലതൊക്കെ നമ്മളെ അനുഭവത്തിൻ്റെ ഇതിൽ പറയാം. അനുഭവങ്ങൾക്ക് വയസ്സുണ്ടോ? വയസ്സുള്ളവർക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല. ചിലപ്പം ഇതിൻ്റെക്കാൾ ഡബിൾ വയസ്സുള്ളവർക്ക് ഇതിൻ്റെ അത്ര അനുഭവം ഉണ്ടായിണ്ടാവില്ല. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലും ഉണ്ടായിണ്ടാവും. കോമൺ ആയിട്ട് പറയും, അന്നേക്കാളും ഒത്തിരി ഓണം കഴിച്ചതാണെന്ന്, ഓണം ഉണ്ടതാന്നൊക്കെ പറയും. ഓണം ഉണ്ടായിക്കോട്ടെ, വിഷു ഉണ്ടോട്ടെ, എന്തുണ്ടായിട്ടെ. പക്ഷെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വയസ്സിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല. അതേ കണക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ചിന്താഗതിയാണ് കേട്ടോ. ചിന്താഗതി എന്നല്ല, ചിലതൊക്കെ അനുഭവത്തിൽ അറിഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഉള്ളിന്ന് വരുന്ന വാക്കുകളാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. പിന്നെ ഞാൻ അവസരങ്ങളെ പറ്റി പറഞ്ഞത്, ചില അവസരങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും വരുന്ന, ചിലതെന്നല്ല, അവസരങ്ങളെന്ന് പറയുന്നത് അധികം നമുക്ക് എപ്പോഴെങ്കിലും വരുന്ന ഒരു സംഭവമാണ് അല്ലേ. ഈ അവസരത്തിന് നമ്മൾ മൈൻഡ് ചെയ്യാഞ്ഞിട്ടല്ല, നമ്മൾ ഓക്കെ ആയിരിക്കും. പക്ഷെ നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. സപ്പോസ് ഒരു വിദ്യാഭ്യാസ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ പറയും, ഞാൻ ഇന്ന കോഴ്സ് ചെയ്യാൻ പോവാണ് കേട്ടോ, എനിക്കൊരു ഇഷ്ടമുള്ളത്, ഞാൻ ഇന്ന കോഴ്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പറയും, വേണ്ടടാ, ആ കോഴ്സ് എടുക്കണം, നോക്കിയാൽ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് ഇങ്ങനത്തെ കോഴ്സ് ചെയ്തിട്ട് ഓനതാ വെറുതെ പാട്ടും പാടി നടക്കണേ. ഇനിയിപ്പോൾ ഈ കോഴ്സ് എടുക്കുക, അതിനെ എടുക്കാൻ നിൽക്കുക, വെറുതെ എന്തിനാടാ, വേറെ ഏതെങ്കിലും കോഴ്സ് നോക്കടാ, അവിടെ നമ്മളെ ചടപ്പിച്ച് അല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ വിധി ആയിരിക്കുമോ നിങ്ങളെ വിധി? എനിക്ക് നമ്മൾ കാണാത്തൊരു ശക്തിയുണ്ട്. ആ ഒരു ശക്തി നമ്മളെ ഈ ജീവിതത്തിലേക്ക്, ഭൂമിയിലേക്ക് പറപ്പിച്ച ഒരു ശക്തിയുണ്ട്. ആ ശക്തി എനിക്ക് ഈ ഭൂമിയിൽ ഏതൊക്കെ ചെയ്യണം, ആക്കണം എന്നുള്ളത് നേരത്തെ കാലേ കൂട്ടി നിശ്ചയിച്ചതായിരിക്കും. അതുകൊണ്ടായിരിക്കുമോ നിങ്ങൾക്കും? അല്ല, ചിലപ്പോൾ നിങ്ങൾ ആ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിലാവും. അപ്പോൾ അങ്ങനെ വീട്ടുകാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഒഴിവാക്കുക. നിങ്ങൾക്കറിയാലോ നിങ്ങളെ മക്കളെ, അറിയില്ലേ? അവർക്ക് അങ്ങനെ താല്പര്യമുണ്ട്, പോട്ടെ, താല്പര്യങ്ങളിൽ വിടണം, അതാ വേണ്ടത്. അതേമാതിരി ജോലി, എടാ നോക്കടാ, എൻ്റെ പഠിപ്പിന് ഈ ജോലി ആണ്ട് കിട്ടണക്ക് എത്ര ശമ്പളമുള്ള ജോലി കിട്ടും, അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും. എടാ നാറ്റക്കേസാണ് കേട്ടോ, ആ പണിക്കൊന്നും പോവണ്ടേ. ഏത് പണിക്കോ അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്, ഉള്ള കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. നമ്മളാരെയും പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, മോശ പ്രവൃത്തികൾക്കോ ഒന്നും പോവുമല്ലോ. അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കണം, ഇന്ന് വരുമാനം കാണണം, നല്ല ലെവലിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ലേ നിൽക്കുന്നത്. അതിനിപ്പോൾ ആർക്കും എന്ത് കുഴപ്പം? പിന്നെ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ജോലി, അത് ശമ്പളം കുറവായിരിക്കും, പക്ഷേ നമ്മളൊരു ജോലിയിൽ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്കറിയുള്ളൂ എന്താ പറയുക, സമൂഹത്തിൻ്റെ ഇടപെടൽ. കാരണം എങ്ങനെയാ വെച്ചാൽ, വേറെ സ്ഥലത്ത് അവസരങ്ങളുണ്ടോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇത്തിരി കൂടി ശമ്പളം കിട്ടും, പോട്ടെ, എല്ലാം പോട്ടെ. ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ആദ്യം ഒരു 6 മാസം അവർ വാച്ച് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൊമോഷൻ തരും, സാലറിയിലായിക്കോട്ടെ നമ്മളെ ജോലീൻ്റെ സ്ഥാനത്തിലായിക്കോട്ടെ നമുക്ക് പ്രൊമോഷൻ കിട്ടും. ഇനി അതും അല്ലെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലേ രണ്ടാൾക്കാരെടുത്ത്, നമ്മൾ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ 2 ഫ്രണ്ട്സുകളുടെ അടുത്ത് ചുറ്റിക്കറങ്ങോ ചെയ്താൽ എന്ത് ജീവിതം അവിടെ അങ്ങോട്ട് പോയി അല്ലേ? എൻ്റെ ചിന്താഗതിയാണ് കേട്ടോ, ചിന്താഗതി എന്നല്ല എൻ്റെ അനുഭവമാണ്. ഞാൻ ഇതേ കണക്ക് തന്നെ പല പല ജോലികൾ, ഞാൻ തുടക്കം എന്ന് പറയുന്നത് ഞാൻ അമ്മ മരിച്ചു, +2 അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കല്യാൺ സാരീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ വൈകിട്ട് പോകും, ഞായറാഴ്ച സ്റ്റേ, തിങ്കളാഴ്ച രാവിലെ വരും, അങ്ങനെ ഡെയിലി അല്ല എല്ലാ മാസവും അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞേരെ പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി, മാരേജ് കഴിഞ്ഞേരം ഞാൻ പോയിനു. പിന്നെ മോനെ വയറ്റിലുള്ള പിന്നെ അതിൻ്റേതായിട്ടുള്ള ഫിസിക്കലി പ്രോബ്ലമൊക്കെ വന്നേരെ അത് ഒഴിവാക്കി. പിന്നെ അത് കഴിഞ്ഞേരെ ഞാൻ വേറെ ജോലിക്ക് പോയി, മോനുള്ള സമയത്ത് തന്നെ അവനെ ഡേ കെയറിലാക്കി കൊണ്ട്. അപ്പോൾ ഒറ്റ ദിവസം അത് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ പ്രോഡക്റ്റ് കൺസൾട്ടൻ്റ് ആയിട്ടാണ് പോയത്. അതൊരൊറ്റ ദിവസം കുട്ടിക്ക് പറ്റില്ല, കുട്ടിക്ക് അവിടെ ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് കണ്ടിട്ട് ഒഴിവാക്കി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനെ 1.5-2 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ മെസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഹോംലി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറഞ്ഞ വില 30-35 റുപ്യ അങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2012-13 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. വീട്ടിലിരുന്നിട്ട് തന്നെ എൻ്റെ ഏട്ടൻ പോകുന്ന വഴിക്ക് ഏട്ടൻ്റെ ആ ഒരു ജോലി സ്ഥലത്തുള്ള ചുറ്റുവട്ടത്തുള്ള അടുത്ത് കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയായിരുന്നു സപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും നിന്നു, അത് അവിടുത്തെ ജോലി ഒഴിവായവരെ സ്ഥാപനം പൂട്ടിയവരെ പിന്നെ അവിടെ സപ്ലൈക്ക് എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല, വേറെ ജോലി നോക്കണ്ടേ, അത് കാരണം അതും നിന്നു. അത് കഴിഞ്ഞാൽ മിനി കോഴി ഫാം എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ വാടക വീടാണെന്ന് ആലോചിക്കണം കേട്ടോ. മിനി കോഴി ഫാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആ വീട്ടിൽ അത്യാവശ്യം തെറ്റില്ലാണ്ട് പോയി. പിന്നെ മഴക്കാലമൊക്കെ ആയി കയറ്റുള്ള സ്ഥലമാണ്, കാല് വഴുക്കുക. പിന്നെ മോൻക്ക് ചെറിയൊരു കാലിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നപ്പോൾ ആ കയറ്റം കയറാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ നമ്മൾ ഓവർ റിസ്ക് എടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു മാറ്റം കാണും. അതായത് അപ്പോൾ കാലിനൊക്കെ ഉറപ്പ് വെക്കുന്ന പ്രായമൊക്കെ അല്ലേ, പിന്നെ നമ്മൾ കയറ്റം അതും ഇതൊക്കെ. അപ്പോൾ മക്കളെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഒഴിവായി. അവിടെ വലിയ കുഴപ്പമില്ലാണ്ട് ആ ഒരു മിനി ഫാം, കോഴി ഫാം പോയിണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 8 കൊല്ലം ഒരു സ്ഥലത്ത് നിന്നെന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് കോഴി ഫാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പ്രിങ് കോഴിയൊക്കെ അല്ലേ, അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് ഞാൻ തന്നെ ഒരു കൂടൊക്കെ ഉണ്ടാക്കി 2-3 തട്ടൊക്കെ ആക്കി ഓരോ ഏജിലുള്ള കോഴികളെ തരം തിരിച്ചിട്ടും പിന്നെ വലിയ കോഴികൾ വേറെ, അങ്ങനെ 5 കോഴീനെ മോഷണം പോയി. നല്ല ഡിസ്റ്റൻസിലായിരുന്നു കോഴിക്കൂട് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ അത് പോയി. പിന്നെ കൊറോണ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തൊഴിലുറപ്പിന് പോയിണ്ടായിരുന്നു. തൊഴിലുറപ്പിന് പോയി 3-ാമത്തെ ദിവസം 8 നില പൊട്ടി, കൈ ഒടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണീൻ്റെ പരിപാടിക്ക് നിന്നു. തുണീൻ്റെ പരിപാടി എന്ന് വെച്ചാൽ വാട്സപ്പിൽ പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഓർഡറിന് ഇതാക്കുക. പിന്നെ അല്ലാണ്ട് തന്നെ സൺഡേസിൽ ഏട്ടനും ഞാനും പോയിട്ട് ഇതാക്കാൻ കച്ചവടം ചെയ്യാന്നുള്ള ലെവലിക്ക്. അപ്പോൾ എനിക്കൊരു സർജറി വേണ്ടി വന്നു. ആ സർജറി ചെയ്ത് പിന്നെ വെയിറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേരെ അതും തളരൂല ഞാൻ. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇതിൽ വെച്ചിട്ട് പലരും പലതും പറഞ്ഞ, അയ്യോ മോനിഷേ എന്താടിത്, ഓരോന്നും തുടങ്ങാൻ നിർത്താം. സ്റ്റാളിട്ടുണ്ടായിരുന്നു കേട്ടോ, തുണീൻ്റെ ഒക്കെ സ്റ്റാളിട്ടുണ്ടായിരുന്നു. നമ്മൾ മൈൻഡ് ചെയ്യില്ല. ജീവിതം അങ്ങനെയാണോ, ജീവിതം അങ്ങനെ തന്നെയാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന മാതിരി മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാത്ത ഏത് ശരികളും നമുക്ക് ചെയ്യാം. ഉപദ്രവം ആവാത്ത ഏത് ശരികളും ചെയ്തൂടെ? നമ്മൾ സൈഡിൽ കൂടെ പോവല്ലേ. എല്ലാവരുടെ വാക്കും കേട്ടിട്ട് നമ്മൾ ഒരു സംരംഭത്തിൽ വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. കേട്ടിട്ടില്ലേ, ആള് കൂടിയ പാമ്പ് ചാകൂല എന്ന്? അതേ കണക്ക് തന്നെയാണ് 100 ആൾക്കാരുടെ അഭിപ്രായം കേട്ട ഒന്നും നടക്കൂല. ഓക്കെ, അപ്പം എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇതിൽ നിങ്ങളെങ്ങനെയാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ എന്ത് സംരംഭം ആയിക്കോട്ടെ, എന്തെന്നെ ആയിക്കോട്ടെ, 4 ആളടുത്ത് പരത്തി നടക്കരുത്. 100-90% ആൾക്കാർ നമ്മളെ നന്മ ആഗ്രഹിക്കുന്നവരൊന്നല്ല. 10% ആൾക്കാരുണ്ടെങ്കിലുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ കാണില്ല. നാളെ ഇതൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ പോവും. ഞാൻ പോണ വഴിക്ക് ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് കാണും കേട്ടോ. ഓക്കെ, ബൈ.